പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ കർത്താവ് മിശിഹായുടെ പാദപീഠത്തിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന മഹാഭാഗ്യത്തിനും വലിയ കരുതലിനും ദിവ്യ പരിപാലനത്തിനുമായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നാം ഒരു വിഷയം പ്രത്യേകാൽ ധ്യാനിപ്പാൻ ആരംഭിച്ചിരുന്നല്ലോ. യേശു വിളിക്കുന്നു എന്നാണ് നാം കേട്ടത്. യേശു വിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തിനാണ് യേശു വിളിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരമായി നാം കേട്ടത് മാനസാന്തരത്തിനായി യേശു നമ്മെ വിളിക്കുന്നു എന്നാണ്. പാപത്തിൻ്റെ പിടിയിലമർന്ന് മരണവക്ത്രത്തിൽപ്പെട്ടുപോയ പാപിയായ മനുഷ്യനെ മാനസാന്തരത്തിനും മാനസാന്തരം മുഖാന്തരമുള്ള വിടുതലിനുമായി യേശു വിളിക്കുന്നു എന്നല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. യേശു വിളിക്കുന്ന മറ്റൊരു രംഗം നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഇന്ന് പരിശോധിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് യേശു വിളിക്കുന്നത്? ആരെയാണ് യേശു വിളിക്കുന്നത്? ശുദ്ധമുള്ള മത്തായി എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇപ്പോൾ കർത്താവ് വിളിക്കുന്നത് അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ്. എന്തിനു വിളിക്കുന്നു എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുവാൻ. ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സംഗതിയാണ് ആശ്വാസം എന്നുള്ളത്. അനേകം ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ തെല്ലും ആശ്വസിപ്പാനായിട്ട് കഴിയുന്നില്ല. മനസ്സ് വേവുന്നവരായ അവസ്ഥയിലാണ് അനേകം പേരും ഈ ലോകത്ത് ജീവിക്കുന്നത്. നൊമ്പര പരമ്പരകളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കൂട്ടിയാലും കിഴിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിനുള്ള വക അവർ കാണുന്നില്ല. ചിലർക്ക് ജീവിതത്തിലെ ഭാരം അതിതീക്ഷ്ണമായതുകൊണ്ട് വികാരങ്ങൾ പോലും മരവിച്ചു പോയി കരയാൻ കഴിയുന്നില്ല, ചിരിക്കാനും കഴിയുന്നില്ല. നിർവികാരാവസ്ഥയിൽ അവർ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ചില ആളുകളെ കഴിഞ്ഞ നാളുകളിൽ ഞാനും കണ്ടിട്ടുണ്ട്. ആകസ്മികമായി ജീവിത പങ്കാളി കൈവിട്ടു പോയപ്പോൾ ഉണ്ടായിത്തീർന്ന ഒരു മരവിപ്പ്, ആശ്വാസത്തിന് അവർക്ക് അവസരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനവർക്ക് സാധിക്കുന്നില്ല. അവർ വല്ലാതെ ഉലഞ്ഞു പോയ ഒരവസ്ഥയിൽ അവർ ആയിരിക്കുകയാണ്. ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോഴാണ് പങ്കാളികളിൽ ഒരാൾ പടിയിറങ്ങിപ്പോയത്. ഒറ്റപ്പെട്ടുപോയ ആ ജീവിത സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ പകച്ചുപോയ ഒരു മാനസികാവസ്ഥയിൽ തളർന്നും തകർന്നും കർത്തൃപാദപീഠത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ആശ്വാസത്തിന് വഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഒരുപാട് പേർ കഠിനമായി അധ്വാനിച്ചവരാണ്. അധ്വാനിച്ചവരിൽ ഭൂരിപക്ഷം പേരും അധ്വാനിച്ചത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ പങ്കാളിക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഒരായുസ് മുഴുവൻ, ഉള്ള ആരോഗ്യം മുഴുവൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിച്ച് തീർത്തിട്ട് ഒടുവിൽ അവരിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെ വാക്ക് പോലും ലഭിക്കാതെ, തൻ്റെ അധ്വാനത്തിന് പ്രിയപ്പെട്ടവർ ഒരു വിലയും കൽപ്പിക്കാതെ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിൽ സ്വന്തം ഭവനത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം ആഘോഷിച്ചാർത്ത് ആനന്ദിച്ച് രസിച്ച് മതിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ചിരിക്കാനാകാതെ, ഉല്ലസിക്കാനാകാതെ, ആനന്ദിക്കാനാകാതെ തകർന്ന മനസ്സുമായി ഒറ്റപ്പെട്ടിരിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. കുറച്ചു പേരല്ല, ഒത്തിരി പേരങ്ങനെ ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുമുണ്ട്, സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഗൾഫ് നാടുകളിൽ പോയി ഒരായുസ് മുഴുവനും അധ്വാനിച്ച് കിട്ടിയത് മുഴുവനും നാട്ടിലേക്ക് അയച്ച് കൂടപ്പിറപ്പുകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം കരുതി, തൻ്റെ പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ധാരാളം കരുതി, അവർക്ക് വേണ്ടി നല്ല ഭവനം നിർമ്മിച്ചു, തൻ്റെ ചോര നീരാക്കി അധ്വാനിച്ച് കുടുംബജീവിതത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് പോരാടി നേടിയതെല്ലാം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പകുത്തുവെച്ച പലരും ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തുറന്ന് സംസാരിക്കാൻ ആരുമില്ല, സ്നേഹം പങ്കിടാൻ ആരുമില്ല, അടുത്തിരുന്നൊന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. അധ്വാന ഭാരത്താൽ തളർന്നു പോയവർ. ഇനി ഗൾഫ് നാടുകളിലാകണമെന്നില്ല, സ്വദേശത്താണെങ്കിൽ പോലും ഒത്തിരി പേർ അവരുടെ ജീവിതത്തിൽ
അവരേറ്റവും അധ്വാനിച്ചത് അവർക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് തളർന്ന് ജരാനരകൾ ബാധിച്ച ശരീരം ബലഹീനമായി ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ അവജ്ഞയോടെ, അവഗണനയോടെ, നിന്ദപരിഹാസത്തോടെ പ്രിയപ്പെട്ടവർ, തൻ്റെ ചോര ഊറ്റിക്കുടിച്ചവർ, തൻ്റെ അധ്വാന ഫലങ്ങളെല്ലാം അനുഭവിച്ചവർ തന്നെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ തളർന്ന മനസ്സുമായി, കുനിഞ്ഞ ശിരസുമായി ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ദൈവ പൈതലെ, ഈ പറഞ്ഞവർക്ക് ആർക്കും നിൻ്റെ വേദനകൾ മനസ്സിലായിട്ടില്ല, നിൻ്റെ അധ്വാനത്തിൻ്റെ ഭാരം മനസ്സിലായിട്ടില്ല, നീ സഹിച്ച സഹനങ്ങൾ മനസ്സിലായിട്ടില്ല, നീ നടത്തിയ പോരാട്ടം മനസ്സിലായിട്ടില്ല. കാരണം അവരെല്ലാവരും ഗുണഭോക്താക്കൾ മാത്രമായിരുന്നു, അവരാരും അധ്വാനഭാരം പങ്കിട്ടവരല്ല. അതുകൊണ്ടാണ് അവർക്ക് നിൻ്റെ വേദനകൾ മനസ്സിലാകാത്തത്, നിന്നോട് താതാത്മ്യപ്പെടാൻ കഴിയാത്തത്. നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെയാണ്. ഇനി ഭാരം ചുമക്കുന്ന ചിലരുണ്ട്, ഭാരം ചുമന്ന് തളരുന്നു. കൂട്ടത്തിലുള്ളവർ ഒരു കൈ സഹായിക്കുന്നില്ല. ആ ഭാരം ചുമന്നുകൊണ്ട് വരുന്നയാളത് താഴെ ഇറക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവർ വളരെ പ്രതീക്ഷയോടെ വേട്ടനായ്ക്കളെ പോലെ ചുറ്റും നോക്കി നിൽക്കുകയാണ്. ഒരു കൈ സഹായിക്കാൻ അവർക്ക് ഒട്ടും മനസ്സില്ല. ഇവിടെയാണ് കർത്താവ് ഒരു വ്യക്തത നമുക്ക് തരുന്നത്. നീ ചുമക്കുന്ന ചുമടിൻ്റെ ഭാരം എത്രയെന്ന് അവർക്ക് അറിയില്ല. നിൻ്റെ മുഖഭാവം കണ്ടിട്ടും നീ ഏറെ അസഹ്യതയിലാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ ഭാരം എടുത്തിട്ടില്ലാത്തവരാകൊണ്ട് ഭാരം ചുമക്കുന്നവൻ്റെ ഭാരം, വേദന അവർക്ക് മനസ്സിലാകില്ല. ചുമടെടുത്തുകൊണ്ട് നടന്നു പോകുന്നൊരു മനുഷ്യൻ ആ നിമിഷങ്ങളിൽ അനുഭവിക്കുന്ന വേദന എത്ര വലുതെന്ന്, ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എത്ര നിർണായകമെന്ന് മനസ്സിലാകണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചുമടെടുത്തിട്ടുള്ള ഒരാൾക്കേ മനസ്സിലാകത്തുള്ളൂ. എയർ കണ്ടീഷൻ ചെയ്ത കാറിനകത്തിരുന്ന് തൊഴിലാളി ചുമടെടുക്കുന്നത് നോക്കി വേഗത്തിൽ പോകടാ എന്ന് അട്ടഹസിക്കുന്ന മുതലാളിക്ക് ഈ തൊഴിലാളിയുടെ വേദന മനസ്സിലാകില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യേശുമശിഹ വിളിച്ചു പറയുന്നത്, എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവനങ്ങനെ പറയുന്നതിന് വ്യക്തമായൊരു കാരണമുണ്ട്. അധ്വാനിച്ച് തളർന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അവന് മനസ്സിലാകും, വ്യക്തമായിട്ട് അവന് മനസ്സിലാകും. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ സകല കഷ്ടങ്ങളും, സകല നഷ്ടങ്ങളും, സകല വേദനകളും, സകല പരിഹാസങ്ങളും, സകല ആക്ഷേപങ്ങളും അവൻ സഹിച്ചവനാണ്. അനാഥത്വത്തിൻ്റെ നൊമ്പരം അവൻ ഒരുപാട് പേറിയതാണ്. അവൻ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായിരുന്നിട്ടും പിറന്നു വീഴാനൊരു കൊട്ടാരമുണ്ടായിരുന്നില്ല. പിറന്നു വീണത് പെരുവഴിയോരത്താണ്. അവനെ കീറത്തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയത് പശുത്തൊഴുത്തിലെ പുൽക്കൂടിൻ്റെ ഉള്ളിലാണ്. എന്നാൽ അവൻ്റെ പിറവി അനാഥരോടൊപ്പമായിരുന്നു. ആരോരുമില്ലാത്ത നാടോടികൾ പെരുവഴിയോരത്ത് പ്രസവിക്കും പോലെ രാജാധിരാജൻ്റെ അമ്മ അവനെ പെരുവഴിയോരത്ത് പ്രസവിച്ചു. അവിടെ മുതൽ ഈ അനാഥരുടെ നൊമ്പരം അവന് മനസ്സിലാകുന്നുണ്ട്. പട്ടുമെത്തയിൽ പിറന്നു വീണവന്, സ്വർണ്ണത്തളികയിൽ ഉണ്ടു വളർന്നവന് ഒരിക്കലും ഈ സാധാരണക്കാരുടെ വേദന മനസ്സിലാകില്ല. പക്ഷെ തമ്പുരാൻ കർത്താവിന് അത് നന്നായിട്ട് മനസ്സിലാകും. വളർന്നു വലുതാകുന്ന സമയങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നതിൻ്റെ നൊമ്പരവും അവൻ നന്നായിട്ട് അറിഞ്ഞതാണ്. ഹെരോദാവ് ബെത്ലഹേമിലും പരിസരത്തുമുള്ള ആൺപൈതങ്ങളെ കൊന്നുകളയുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മാതാവും യൗസേപ്പിതാവും കൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് കാനനപാതകളിലൂടെ, പാറക്കെട്ടുകൾക്കുള്ളിലൂടെ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തപ്പോൾ പലായനത്തിൻ്റെ നൊമ്പരം അവിടെ നിന്ന് നന്നായിട്ട് അറിഞ്ഞതാണ്. ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിതം സാധ്യമാകാതെ വരുമ്പോൾ, തീവ്രവാദികളോ മറ്റ് കുഴപ്പക്കാരോ പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ, അവിടെ ജീവിക്കുന്നത് മരണഹേതുകമാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പലായനം ചെയ്യുന്ന പതിനായിരങ്ങളും ലക്ഷങ്ങളുമുണ്ട് ഇപ്പോഴും. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന പല സ്ഥലങ്ങളിലും പലായനം ചെയ്യുന്നവരുടെ സംഖ്യ വളരെ കൂടുതലാണ്. അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ നാളുകളിലുണ്ടായ പ്രതിഭാസം നമ്മളാരും മറന്നിട്ടില്ലല്ലോ. ജനിച്ചു വളർന്ന നാടിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിച്ച് തലമുറകളെ ആ സ്നേഹത്തിൽ വളർത്താൻ കഴിയാതെ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത എത്രയോ ആയിരങ്ങളെ അന്ന് നാം കണ്ടു. വിമാനത്തിനുള്ളിൽ ഇടം കിട്ടാതെ വിമാനത്തിൻ്റെ ചിറകിലേറി പറന്നിട്ട് ആകാശത്ത് നിന്ന് പറക്കുന്ന പക്ഷിയുടെ തൂവൽ പൊഴിഞ്ഞു വീഴും പോലെ വിമാനത്തിൻ്റെ ചിറകിൽ നിന്ന് പിടിവിട്ട് താഴെ വീണ് ചിതറിപ്പോയ ആയിരങ്ങളെ നാം കണ്ടല്ലോ. മുഴുവനുമൊന്നും നാം കണ്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ. പലായനം ചെയ്യേണ്ടി വരുന്നവരുടെ പ്രാണൻ്റെ പിടച്ചിൽ എന്താണെന്ന്
സാധാരണ ഇത് അനുഭവിക്കാത്തവർക്ക് മനസ്സിലാകില്ല. പക്ഷേ പലായനം ചെയ്തവനാണ് പറയുന്നത്, എനിക്ക് നിങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കരുത്തുള്ളവനും അത് നേരിട്ടവനും അത് അനുഭവിച്ചവനും അതിനെ മറികടന്നവനും അതിന് പരിഹാരം എന്തെന്ന് പറയാൻ പ്രാപ്തനുമായവനാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്ര മധുരമായി, എത്ര മനോഹരമായി തമ്പുരാൻ ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് അനേകം പേർ ജീവിച്ച് മടുത്ത് തളർന്നിരിക്കുന്നവരാണ്. ആദ്യം പറഞ്ഞല്ലോ, ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ചു, പക്ഷേ സഹായിക്കാൻ ആരുമില്ല. ഒരുപാട് പേരുടെ ജീവിതത്തിലെ തളർച്ചയ്ക്ക് താങ്ങായി നിന്ന തനിക്ക് ഇന്ന് സഹായമായിരിക്കാൻ ആരുമില്ല. ഒറ്റപ്പെട്ട് രോഗശയ്യയിൽ കിടക്കുകയാണ് നീ. എന്നാൽ തമ്പുരാൻ പറയുന്നു, എനിക്ക് നിൻ്റെ വേദന മനസ്സിലാകും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് യേശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന് നമ്മുടെ രോഗങ്ങളുടെ വേദന അറിയാം. അവൻ രോഗശീലിച്ചവനായി ക്രൂശിൽ കിടന്നവനാണ്, ക്രൂശ് അനുഭവിച്ചവനാണ്. ഈ തമ്പുരാൻ അറിഞ്ഞതുപോലെ നൊമ്പരപ്പെടുന്നവരെ അറിഞ്ഞവരാരുമില്ല. അവനാണ് പറയുന്നത്, എൻ്റെ അരികിൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. നമുക്ക് തന്നെ അറിയാം, ക്യാൻസർ എന്ന മാരക രോഗത്തിൻ്റെ വേദന ഒരിക്കലെങ്കിലും അറിഞ്ഞ ഒരാൾക്ക് മറ്റൊരു ക്യാൻസർ രോഗിയെ വളരെ വേഗത്തിൽ വായിച്ചെടുക്കാനാകും. എന്നാൽ ക്യാൻസറിൻ്റെ നൊമ്പരമെന്തെന്ന് ആയുസ്സിൽ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ ആ രോഗി എന്താണെന്ന്, ആ രോഗി അനുഭവിക്കുന്ന സങ്കീർണതകൾ എത്ര ഭയാനകമാണെന്ന്, ആ രോഗിയുടെ വേദന എത്രമാത്രം സങ്കടകരമാണെന്ന് മനസ്സിലാകില്ല. ഒരു രോഗിക്ക് മറ്റൊരു രോഗിയെ മനസ്സിലാകും. ശരീരം തളർന്ന് കട്ടിലിൽ കിടക്കുന്ന ഒരാൾക്ക് തളർന്നു കിടക്കുന്ന മറ്റൊരാളുടെ നൊമ്പരം മനസ്സിലാകും. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് 2 കാലും തളർന്ന ഒരു മനുഷ്യൻ സ്വന്തം വാഹനം ഓടിച്ച് കോതമംഗലത്തിൻ്റെ വീട്ടിൽ വന്നു. ഒരിക്കലല്ല, 2-3 വട്ടം വന്നു. ആദ്യ വട്ടം വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, പിന്നെയും 2 വട്ടം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർമ്മയിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. ആ മനുഷ്യന് നല്ല അധ്വാനിയായിരുന്നു. യൗവനകാലത്തൊരു മരത്തിൽ നിന്ന് വീണ് അരയ്ക്ക് കീഴേ തളർന്നു പോയതാണ്. തളർന്ന് ഒരുപാട് നാൾ കിടന്നു. ജീവിതത്തിനൊരു സുഖവും കിട്ടിയില്ല. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി. സഹായിക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ടവർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഉറ്റവരും ഉടയവരും കൈവിടുന്ന അവസ്ഥയിലെത്തി. എന്നാൽ പങ്കാളിയും മകനും ചേർന്ന് കൂടെ നിന്നു. അതൊരാശ്വാസമായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ തളർച്ചയിലേക്ക് യേശുവിൻ്റെ സ്നേഹം ഇറങ്ങി വരികയായിരുന്നു. ഇങ്ങനെയുള്ളവരെ അടുത്തറിയുന്ന, സ്നേഹിക്കുന്ന, അവരുടെ കിടക്ക പങ്കിടുന്ന ഒരു കർത്താവുണ്ട് എന്ന് ആ മനുഷ്യൻ്റെ ഉള്ളത്തിൽ ബോധ്യപ്പെട്ട നാളിൽ അയാൾ യേശുവിൽ വിശ്വസിച്ചു. അതിനുശേഷം ആ മനുഷ്യൻ തെല്ലും കരഞ്ഞിട്ടില്ല, പതറിയിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല. ഇന്ന് ആ മനുഷ്യൻ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു മൈക്ക് ക്രമീകരിച്ചു കൊടുക്കാമെങ്കിൽ 2-3 മണിക്കൂർ നിർത്താതെ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് അയാൾ പ്രസംഗിക്കും. അയാൾ യേശുവിനെ അറിയുന്നതുവരെ ക്രിസ്ത്യാനി എന്നു പേരുള്ള ഒരാളായിരുന്നില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞതു മുതൽ ആ മനുഷ്യൻ യേശുവിൻ്റെ സാക്ഷിയാണ്. അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളൊരു പുസ്തകമാക്കിയിട്ടുണ്ട്. അത് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് അദ്ദേഹം തന്നിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ സാക്ഷ്യം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഒരു നാളിൽ ആ മനുഷ്യനോട് ചിന്ത വരികയാണ്, എന്നെപ്പോലെ തളർന്ന ഒരുപാട് പേർ എൻ്റെ ചുറ്റുപാടുകളിൽ കിടപ്പുണ്ടല്ലോ, സഹായിക്കാൻ ആരുമില്ലാതെ, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെട്ട്, ശൗചാലയത്തിൽ പോകാൻ പോലും കഴിയാതെ, മലമൂത്ര വിസർജ്യങ്ങൾ കിടക്കയിൽ തന്നെ പൊതിഞ്ഞ് അതിന്മേൽ കിടക്കുന്ന പലർ കാണുമല്ലോ. എനിക്കവരെ സഹായിക്കാനാകില്ലേ? അങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് ചെന്ന് കാണാനും അല്പനേരം അവരോടൊപ്പം ഇരിക്കാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെ പ്രത്യാശയിൽ വളർത്താനും ആ മനുഷ്യൻ ആദ്യം ശ്രമിച്ചു. പിന്നെ അയാൾക്ക് മനസ്സിലായി, അവരെല്ലാവരും ഒരുപാട് തിക്താനുഭവങ്ങൾ വേറുന്നവരാണ്. അവരെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനാണ് അവരുടെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത്. അന്ന് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വലിയൊരു വെളിച്ചമുണ്ടായി. ഏതായാലും ഞാൻ എൻ്റെ വീട്ടിൽ തനിച്ച് കിടക്കുന്നു, എൻ്റെ ഭാര്യ എന്നെ ശുശ്രൂഷിക്കാൻ തയ്യാറുമാണ്. അവരോട് ചോദിച്ചു, ഒരാൾ കൂടെ വന്നാൽ നീ ശുശ്രൂഷിക്കുമോ? ആ സഹോദരി പറഞ്ഞു, 1-2 പേർ വന്നാലും ഞാൻ ശുശ്രൂഷിക്കും. യേശുവിനെ കണ്ടപ്പോൾ ആ ഭാരം പങ്കിടാനുള്ള മനസ്സ് ആ സഹോദരിയിലുണ്ടായി. പിന്നീട് ആ മനുഷ്യൻ ചെയ്തത് അത്ഭുതകരമായൊരു പ്രവൃത്തിയാണ്. തനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞ, സഹായിക്കാൻ ആരുമില്ലാത്ത പ്രിയപ്പെട്ട കിടപ്പ് രോഗികളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അയാൾ. 1, 2, 3, 4, 5, 6, 8, 10 ഇങ്ങനെ ആളുകളുടെ സംഖ്യ വളർന്നു.
വീട്ടിലുള്ള 1 ഇഞ്ച് സ്ഥലം പോലും ആ മനുഷ്യൻ അവർക്ക് വേണ്ടി പങ്കിട്ടു. അവരുടെ ആഹാരത്തിന് മറ്റൊരിടത്ത് ഇരക്കാതെ തൻ്റെ അധ്വാനഭാരത്തിൽ നിന്ന് കിട്ടിയതും തൻ്റെ മകൻ്റെ അധ്വാനഭാരത്തിൽ നിന്ന് കിട്ടിയതുമൊക്കെ ആ മനുഷ്യൻ അവർക്ക് വേണ്ടി ആഹാരത്തിനായി പങ്കിട്ടു. ഈ മനുഷ്യൻ്റെ ത്യാഗവും പങ്കിടലും അറിഞ്ഞ് ചിലരെങ്കിലും ആ മനുഷ്യനോട് ചേർന്ന് നിന്നപ്പോൾ ഇന്ന് ആ ഭവനം ഒരു സ്വർഗമാണ്. യേശു ഉള്ളത്തിൽ വന്നപ്പോഴുണ്ടായ ഷെയറിങ്ങിൻ്റെ ആനന്ദമാണ് ഈ മനുഷ്യൻ പങ്കിട്ടിട്ടുള്ളത്. ദൈവമക്കളിത് എങ്ങനെ ബോധ്യപ്പെടും? അതാണ് പറഞ്ഞത്, വേദനിച്ചവന് മാത്രമേ വേദനിക്കുന്നവൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. യാതൊരു തർക്കവുമില്ല. തമ്പുരാനത് നന്നായിട്ട് മനസ്സിലാകും. തമ്പുരാന് മനസ്സിലാകുന്നത് പോലെ മറ്റൊരാൾക്ക് മനസ്സിലാകില്ല. കണ്ണുണ്ടായിട്ടും കൺതുറന്ന് കാണാനാകാതെ റോമൻ പടയാളി തൻ്റെ ഉരുക്കുമുഷ്ടി ചുരുട്ടി ആഞ്ഞിടിച്ചപ്പോൾ 2 കൺതടങ്ങളും കലങ്ങി, കൃഷ്ണമണി കലങ്ങി. തലയിൽ അടിച്ചിറക്കിയ മുൾക്കിരീടത്തിൻ്റെ കൂർത്ത മുള്ളുകളിൽ ചിലത് കണ്ണുകൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി. കാഴ്ച മങ്ങിയവനായി ക്രൂശിൽ കിടന്നവന് കാഴ്ച നഷ്ടപ്പെട്ടവൻ്റെ വേദന മനസ്സിലാകും. ഇരുട്ടിലിരിക്കുന്നവന് വെളിച്ചമാകുവാൻ ഇറങ്ങി വരുവാൻ കർത്താവിനിവിടെ മനസ്സുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, 2 കൈകളും വിടർത്തിപ്പിടിച്ച് റോമൻ പടയാളി 2 കാതിലും ആഞ്ഞടിച്ചപ്പോൾ കർണപടലം പൊട്ടിപ്പോയിട്ട് കാതിൻ്റെ കേൾവി നഷ്ടപ്പെട്ടു പോയി. ബധിരനായി ക്രൂശിൽ കിടക്കേണ്ടി വന്ന തമ്പുരാന് ബധിരനായ ഒരാളുടെ വേദന മനസ്സിലാകും. അവന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. മറ്റൊരാൾക്കത് മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടനാളത്തിൽ നിന്നൊരു ശബ്ദം പുറത്തു വരാനാകാത്ത നിലയിൽ കഴുത്ത് കെട്ടപ്പെട്ട നിലയിലാണ് ക്രൂശിൽ അവൻ കിടന്നത്. 2 കൈകളും കുരിശിൽ വിരിച്ചിരിക്കെ ആണിയിൽ തൂങ്ങിക്കിടന്ന തമ്പുരാൻ്റെ കണ്ടനാളം കെട്ടപ്പെട്ടുപോയി. കുരിശിൽ കിടന്നുകൊണ്ട് 7 മൊഴികൾ തമ്പുരാൻ തൻ്റെ തിരുവായിൽ നിന്ന് ഉദ്ധരിച്ചതായി തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. ഈ 7 മൊഴികൾ ഉദ്ധരിപ്പാൻ വേണ്ടി തമ്പുരാൻ എന്ത് പങ്കപ്പാടെടുത്തിട്ടുണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കൈകളിൽ തറച്ച ആണികളിൽ തൻ്റെ ബലം മുഴുവനും താങ്ങി, കാലിൽ തറച്ച ആണിയിൽ ബലം കൊടുത്ത്, പ്രാണൻ പിടയുന്ന വേദന സഹിച്ചുകൊണ്ട് ശരീരം കുരിശിൽ ഉലച്ച് മുകളിലേക്ക് പൊങ്ങി തൻ്റെ കണ്ടനാളത്തിൻ്റെ കെട്ട് തുറന്നിട്ടാണ് യേശുമശിഹ ആദ്യത്തെ വാക്കുകൾ ഉദ്ധരിച്ചത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് പൊറുക്കണമേ. വീണ്ടും ആ പിടുത്തം വിട്ട് താഴേക്ക് അമർന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് രണ്ടാമത് ഒരു വാക്ക് വീണ്ടും പറയുവാൻ തൻ്റെ ശരീരത്തെ ഉയർത്തി ക്രൂശിൽ നേരെ നിർത്തിയത്. ഇപ്രകാരം നൊമ്പരപ്പെട്ട് നാവ് ഉയർത്തി സംസാരിച്ചവന് സംസാരശേഷി ഇല്ലാത്തവൻ്റെ നൊമ്പരം മനസ്സിലാകും. അവനെ മനസ്സിലാകത്തുള്ളൂ. അവൻ സഹായിക്കാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, കൈകാലുകൾ കെട്ടപ്പെട്ടവനായി, ആണിയിൽ തറയ്ക്കപ്പെട്ടവനായി, ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു പോയ നിലയിൽ ക്രൂശിൽ ഒരിക്കൽ കിടന്നവന് ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നവൻ്റെ വേദന മനസ്സിലാകും. തടവറയിൽ കിടക്കുന്നവൻ്റെ വേദന മനസ്സിലാകും. കുണ്ടറയിൽ കിടക്കുന്നവൻ്റെ വേദന മനസ്സിലാകും. അവനെ മനസ്സിലാകത്തുള്ളൂ. അവനാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മറ്റൊരാൾക്ക് ഈ ആശ്വാസത്തിന് വാഗ്ദാനം ചെയ്യാൻ ഒക്കില്ല. കാരണം അവർ ഈ വേദനകളൊന്നും അറിഞ്ഞിട്ടുള്ളവരല്ല. തമ്പുരാൻ രാജാതിരാജൻ, കർത്താധികർത്തൻ. പക്ഷേ റോമൻ പടയാളികളും യഹൂദ പടയാളികളും അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അവൻ്റെ മുഖം തുപ്പൽ കൊണ്ട് മൂടി. അത് തുടയ്ക്കാൻ അവൻ്റെ കൈകൾ സ്വതന്ത്രമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവനെ തുപ്പൽ കൊണ്ട് പൊതിഞ്ഞു. ഇപ്രകാരം മറ്റുള്ളവരുടെ തുപ്പൽ കൊണ്ട് മുഖം വികൃതമായി പോയവന് മറ്റുള്ളവർ കാർക്കിച്ച് തുപ്പിയിട്ട് അത് മുഖത്ത് പതിച്ചിട്ട് വല്ലാതെ വികലമായ അവസ്ഥയിൽ സമൂഹമധ്യത്തിൽ അപമാനിതരായി നിൽക്കുന്നവരുടെ വേദന മനസ്സിലാകും. അവനാണ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവനെ അവർ വസ്ത്രാക്ഷേപം ചെയ്തു, പെരുവഴിയോരത്ത് പരസ്യമായി കുരിശിൽ തൂക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേരെ വസ്ത്രമഴിച്ച് തെരുവോരത്ത് പരസ്യമായ കാഴ്ചയായി നിർത്തുകയാണ്. ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയകളുമാണ്. അതേ നാളുകളിൽ സമൂഹം നന്നായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ആരെയും ആക്ഷേപിക്കാം, ആരെയും പരിഹസിക്കാം. തനിക്ക് ഇഷ്ടമല്ലാത്ത, തനിക്ക് വെറുപ്പുള്ള, തനിക്ക് നശിപ്പിക്കണമെന്നാഗ്രഹമുള്ള ആരെയും വലിച്ചു കീറി ഒട്ടിക്കത്തക്കവണ്ണം സോഷ്യൽ മീഡിയ ഇന്ന് ദുരുപയോഗപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുഖം നഷ്ടപ്പെട്ടവരായി, മുഖം വികൃതമാക്കപ്പെട്ടവരായി, വല്ലാതെ തളർന്നും തകർന്നും പോയവരായി ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മുഖത്ത് തുപ്പലേറ്റവനും
വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടവനുമായവൻ പറയുന്നു, നീ സഹിക്കുന്ന നിന്ദയുടെ നൊമ്പരം എത്ര വലുതാണെന്ന് നിന്നോടൊപ്പം എനിക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഈ പാഠം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതിൻ്റെ ശ്രോതാക്കൾ ഒരുപാട് പേരുടെ ഉള്ളു വിങ്ങുന്നുണ്ട്. കുഞ്ഞെ, നീ പലപ്പോഴും പറഞ്ഞില്ലേ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്. എന്നാൽ നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൻ്റെ സകല നൊമ്പരങ്ങളോടും വേദനകളോടും നിൻ്റെ സഹനങ്ങളോടും കൂടെ മനസ്സിലാക്കാൻ കരുത്തും കഴിവും മനസ്സും താല്പര്യവുമുള്ള ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് യേശുക്രിസ്തു. അവൻ ഇന്ന് നിന്നെ വിളിക്കുകയാണ്. നിൻ്റെ ജാതിയോ മതമോ നോക്കിയല്ല അവൻ നിന്നെ വിളിക്കുന്നത്. നിൻ്റെ നിറമോ വിദ്യാഭ്യാസമോ നോക്കിയല്ല അവൻ നിന്നെ വിളിക്കുന്നത്. നീ താമസിക്കുന്ന നാടേതെന്ന് നോക്കിയല്ല അവൻ നിന്നെ വിളിക്കുന്നത്. അവൻ നിന്നെ വിളിക്കുന്നത് നിൻ്റെ വേദനകളിലേക്ക്, നിൻ്റെ ഹൃദയത്തിലേക്ക്, നിൻ്റെ നൊമ്പരങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് സ്നേഹിതരെ, ജീവിതത്തിൽ ഇന്ന് നിരാശയുടെ പിടിയിലേക്ക് വഴുതാതെ, ജീവിതത്തിലെ പൂർവ്വകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി എൻ്റെ ആയുസ് ഞാൻ ആർക്കൊക്കെയോ വേണ്ടി പാഴാക്കി എന്ന് പരിഭവം പറയാതെ, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിച്ചവനും മറ്റുള്ളവർക്ക് വേണ്ടി സമയം പങ്കിട്ടവനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പകുത്തുവെച്ചവനും മറ്റുള്ളവർക്ക് വേണ്ടി പാപമേറ്റെടുത്ത് കുരിശേറിയവനും മറ്റുള്ളവരെ പരിത്രാണം ചെയ്യുവാൻ പാപപരിഹാര യാഗമായി തീർന്നവനും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇങ്ങനെ അധ്വാനിച്ച് തളർന്ന് ഒറ്റപ്പെട്ട് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ഇന്ന് ഏകാന്തവാസിയായിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം എത്തിക്കഴിഞ്ഞു. നിങ്ങളിന്ന് തളരുകയായിരുന്നില്ല, വളരുകയായിരുന്നു. പാപിക്ക് വേണ്ടി പകരക്കാരനായി കൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ മശിഹായെ നിങ്ങൾ പ്രാപിക്കുവാൻ പ്രാപ്തി നേടിയിരിക്കുന്നു. നിശ്ചയമായും നിങ്ങൾ ഇന്ന് സത്യത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, ആശങ്കപ്പെടേണ്ടതില്ല. യേശു വിളിക്കുന്നു തൻ്റെ മാറോട് നിന്നെയും ചേർത്ത് വയ്ക്കാൻ, നിൻ്റെ നെറുകയിലൊരു ചുടുചുംബനം തരാൻ, നിൻ്റെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ പനിമഞ്ഞ് തെളിക്കാൻ. നീ തനിച്ചല്ല, നിന്നോടൊപ്പം ഞാനുമുണ്ടെന്ന് കാതിലോതിത്തരാൻ കരുണയുള്ള കർത്താവ് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകണ്ട. ദൈവം എത്ര മധുരമായിട്ടാണ് ഇന്ന് നമ്മളോട് വാദിച്ചു കൊണ്ടിരുന്നത്, സംവദിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തളർന്നു പോയവരെ, നിരാശ ബാധിച്ചവരെ, ജീവിതം മടുത്തുപോയവരെ, ജീവിതത്തിൻ്റെ വഴിമുട്ടിപ്പോയി എന്ന് സങ്കടപ്പെടുന്നവരെ, തിരികെ വരിക. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു. അവനിൽ ആശ്വാസമുണ്ട്. അവൻ തന്നെയാണ് നിൻ്റെ ആശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പൂർണനും സർവശക്തനുമായ ഞങ്ങളുടെ പ്രാണപ്രിയ പൊന്നുനാഥ, ഈ ഭാഗ്യകരമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ച് ചാരത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് വളരെ മധുരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ കർത്താവേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് അവിടുന്ന് കൽപ്പിച്ചു. സത്യമായിട്ടും കർത്താവിന് അത് സാധ്യമാണ്. നൊമ്പരങ്ങൾ അറിഞ്ഞവൻ, വേദനകൾ അറിഞ്ഞവൻ, രോഗം ശീലിച്ചവൻ, സഹന പരമ്പരകളിലൂടെ കടന്നു പോന്നവൻ, നിന്ദിക്കപ്പെട്ടവൻ, പരിഹസിക്കപ്പെട്ടവൻ, ആക്ഷേപിക്കപ്പെട്ടവൻ, ഈ ലോകത്തൊരു മനുഷ്യൻ സഹിക്കുന്ന സകല സഹനങ്ങളും തൻ്റെ ജീവിതത്തിൽ തൻ്റെ ശരീരത്തിൽ സഹിച്ചവൻ. തമ്പുരാനെ, നിനക്ക് മനസ്സിലാകുന്നത് പോലെ നൊമ്പരപ്പെടുന്ന ഒരാളെ മറ്റാർക്കും മനസ്സിലാകില്ല. അവിടുന്നാണ് പറയുന്നത്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. സത്യമായിട്ടും തമ്പുരാനത് സാധ്യമാണ്. ഞങ്ങളെ താഴ്ത്തിത്തരുന്നു പാദപീഠത്തിൽ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകല മക്കളും ആശ്വാസത്തിന് വേണ്ടി അലയുന്നവരാണ്. നീ അവരുടെ ഹൃദയത്തിൽ ആശ്വാസത്തിൻ്റെ പനിമഞ്ഞ് തെളിക്കണമേ. നെഞ്ചോട് ചേർത്ത് അവരെ ആശ്ലേഷിക്കണമേ. അവരെ സ്നേഹത്തിൻ്റെ ചുടുചുംബനം കൊണ്ട് പൊതിയണമേ. അവരുടെ കാതിൽ ഒരു വാക്ക്, നീ തനിച്ചല്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയണമേ. കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Believe